സമയം രാവിലെ 11 മണി ആയിട്ടുണ്ട്. ആ നാട്ടിലെ ജില്ലാ ഓഫീസറായ പാർവതിയുടെ അമ്മ ഒരു സാധാരണ വസ്ത്രവും ധരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവർ കടന്നു വരുന്നത് ടൗണിലെ അമ്മക്ക് അക്കൗണ്ടുള്ള സിറ്റി ബാങ്കിലേക്കാണ്. തന്റെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പണം പിൻവലിക്കാനായിരുന്നു പാർവതിയുടെ അമ്മ ബാങ്കിലെത്തിയത്. അമ്മ ബാങ്കിലേക്ക് കയറിയതും അവിടെയുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥർ അമ്മയെ തന്നെ നോക്കാൻ തുടങ്ങി. ചിലർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അമ്മ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു, മകളെ, എനിക്ക് എന്റെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പണം പിൻവലിക്കണം. ഇത് അതിനുള്ള ചെക്കാണ്. ഞാൻ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? ഇത് കേട്ടതും ആ സെക്യൂരിറ്റി ഗാർഡ് അമ്മയുടെ ചെക്കൊന്നും നോക്കാതെ അമ്മയോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ ബാങ്കിലേക്ക് വരാൻ? ഇത് നിന്നെ പോലുള്ളവരുടെ ബാങ്കല്ല. ഇവിടെ നിന്റെ ഭിക്ഷാടനം നടക്കില്ല. ഇവിടെ നിന്ന് പോകൂ. ഈ ബാങ്ക് വലിയ ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ്. നിന്നെ പോലെ സാധാരണക്കാർക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് വേഗം പോകൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കും. ഇത് കേട്ട് അമ്മ പറഞ്ഞു, മകളെ, എനിക്ക് ഈ ബാങ്കിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളത്. ഈ ചെക്കൊന്ന് നോക്കൂ. ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു 50,000 രൂപ എടുക്കാൻ വന്നതാണ്. ഇത് കേട്ടതും ആ സെക്യൂരിറ്റി സ്ത്രീക്ക് കൂടുതൽ ദേഷ്യം വന്നു. ഹലോ, ഇതൊരു തമാശയല്ല. ഇത് ധാരാളം ആളുകൾ വന്നു പോകുന്ന വലിയൊരു ബാങ്കാണ്. നീ എന്താണ് ഈ പറയുന്നത്? 50,000 രൂപയോ? നീ ഇത്രയും പണം ജീവിതത്തിൽ നേരിൽ കണ്ടിട്ടുണ്ടോ? പിന്നെയാണോ നീ പണം എടുക്കുന്നത്? ഇവിടെ നിന്ന് പോകൂ, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ പുറത്താക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് ബാങ്കിലെ മാനേജർ തന്റെ റൂമിൽ നിന്നും ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കി പറഞ്ഞു, ആരാണ് അവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഇത് കേട്ട് ആ സെക്യൂരിറ്റി ആയ സ്ത്രീ മാനേജറോട് പറഞ്ഞു, സാർ, ഇവിടെ ഒരു യാചക സ്ത്രീ ഒരുപാട് നേരമായി വന്നിട്ട്. ഇത് കേട്ടതും മാനേജർ വന്ന് ഒന്നും ചോദിക്കാതെ ആ പാവം വൃദ്ധയുടെ മുഖത്തെ കടിച്ചു. ശേഷം മാനേജർ പുറത്തുള്ള മറ്റു സെക്യൂരിറ്റി ഗാർഡുകളെ വിളിച്ചു പറഞ്ഞു, ഇവരെ പിടിച്ച് വേഗം പുറത്തേക്ക് കൊണ്ടുപോകൂ. അവരങ്ങനെ ആ അമ്മയെ ബാങ്കിൽ നിന്നും പുറത്തേക്ക് തള്ളി മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ബാങ്കിലെ മറ്റു ഉദ്യോഗസ്ഥരും കസ്റ്റമേഴ്സുമെല്ലാം ഈ കാഴ്ച കണ്ടുനിന്നു. ഈ പ്രായമായ സ്ത്രീ ആ നാട്ടിലെ ജില്ലാ ഓഫീസർ പാർവതിയുടെ അമ്മയാണെന്ന് ആ സമയത്ത് അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. അവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളും ആ ബാങ്കിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ അമ്മ സങ്കടത്തോടെ അവരുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അവര് ഫോൺ എടുത്ത് തന്റെ മകളായ ജില്ലാ ഓഫീസർ പാർവതിയോട് അവിടെ നടന്ന തന്നെ ആളുകൾക്കിടയിൽ പരസ്യമായി അപമാനിച്ച എല്ലാ കാര്യങ്ങളും ആ അമ്മ തന്റെ മകളോട് വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് മകളായ പാർവതി ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി. അവൾ ചെറിയ കണ്ണീരോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, വിഷമിക്കേണ്ട. ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം. ഒന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ഇതും പറഞ്ഞ് അവൾ സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ പാർവതി തന്റെ വീട്ടിലേക്ക് എത്തി. അമ്മ അവളെ കണ്ടതും രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. അതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ ആ സങ്കടമെല്ലാം ആ ആലിംഗനത്തിൽ ഇല്ലാതായി. ശേഷം രണ്ടുപേരും അമ്മയെ ഉപദ്രവിച്ച അമ്മക്ക് അക്കൗണ്ട് ഉള്ള ആ ബാങ്കിലേക്ക് പണം പിൻവലിക്കാനായി പോകാനൊരുങ്ങി. ഈ സമയത്ത് അമ്മയ്ക്ക് തന്റെ മകളെ കുറിച്ച് നല്ല അഭിമാനമുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 കൂടി അവർ ബാങ്കിലെത്തി. അവർ ധരിച്ച വസ്ത്രങ്ങൾ കണ്ട് അവിടെയുള്ളവർ അവരെ തന്നെ നോക്കാൻ തുടങ്ങി. പാർവതിയും അമ്മയും സാധാരണ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. ഈ വന്നിരിക്കുന്നത് ജില്ലാ ഓഫീസർ പാർവതിയാണെന്ന് അവളുടെ വേഷം കണ്ടാൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകില്ലായിരുന്നു. അങ്ങനെ പതുക്കെ പാർവതി അമ്മയുടെ കൈയും പിടിച്ച് ബാങ്കിലെ പണം എടുക്കുന്ന കൗണ്ടറിലേക്ക് നടന്നു. ഇന്നലെ അമ്മയോട് ദേഷ്യപ്പെട്ട ആ സെക്യൂരിറ്റി ആയ സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിയോട് പാർവതി പറഞ്ഞു, മേഡം, ഞങ്ങൾക്ക് കുറച്ച് പണം പിൻവലിക്കണം. ഇതാ ഈ ചെക്കൊന്ന് നോക്കൂ. ഇത് കേട്ട് ആ സെക്യൂരിറ്റി ആയ സ്ത്രീ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം അവരെ തന്നെ നോക്കി. ഓഹോ, ഇത് ഇന്നലെ വന്ന ആ സ്ത്രീയാണല്ലോ, അവൾ മനസ്സിൽ വിചാരിച്ചു. അവരുടെ വസ്ത്രങ്ങൾ കണ്ട് ആ സെക്യൂരിറ്റി ആയ സ്ത്രീ ഒരു പരിഹാസത്തോടെ അവരോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ ഈ വന്നിരിക്കുന്നത് ഒരു തെറ്റായ ബാങ്കിലേക്കാണ്. ഈ ബാങ്ക് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയല്ല. ഇത് ഉദ്യോഗസ്ഥരായ വലിയ ജോലിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. പാർവതി അവരോട് വീണ്ടും ചോദിച്ചു, മേഡം, അല്ല, എന്റെ അമ്മക്ക് ഈ ബ്രാഞ്ചിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളത്. ഇതൊന്ന് നോക്കൂ. ഇത് കേട്ട് ആ സെക്യൂരിറ്റി ആയ സ്ത്രീ അവരോട് വീണ്ടും പറഞ്ഞു, ഞാൻ തിരക്കിലാണ്. നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ട് മാറി നിൽക്ക്. പാർവതി അമ്മയുടെ കൈയും പിടിച്ച് അവിടെയുള്ള ഒരു കസേരയിൽ പിടിച്ചിരുത്തി. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാങ്കിലെ മറ്റു ഉപഭോക്താക്കൾ അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. വില കൂടിയ കാറുകളിലും കോട്ടും സൂട്ടുമെല്ലാം ധരിച്ച അവർക്കിടയിൽ സാധാരണ വേഷം ധരിച്ചിരിക്കുന്ന 2 പേരായിരുന്നു പാർവതിയും അമ്മയും. അവിടെയുള്ള
ക്ലാസ്സിലെ ആളുകൾ എന്തൊക്കെയോ ശകാരിക്കുന്നുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീയല്ലേ അത്? ഒരുപക്ഷെ പെൻഷൻകാരി ആയിരിക്കാം. കുറച്ചു കഴിഞ്ഞ് പാർവതി ആ സെക്യൂരിറ്റിയായ സ്ത്രീയോട് വീണ്ടും പറഞ്ഞു, മാഡം, നിങ്ങളുടെ തിരക്ക് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ദയവായി മാനേജറെ ഒന്ന് കാണാൻ അനുവദിക്കൂ. എനിക്ക് മാനേജർ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് ആ സെക്യൂരിറ്റി ഗാർഡ് ഫോൺ എടുത്ത് മാനേജറുടെ ക്യാബിനിലേക്ക് വിളിച്ചു. സാർ, ഇവിടെ ഒരു സ്ത്രീ നിങ്ങളെ കാണണമെന്ന് പറയുന്നു. എന്താണ് ചെയ്യേണ്ടത്? മാനേജർ ഒരു നിമിഷം പുറത്തേക്കൊന്ന് നോക്കി. സാധാരണ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഇവരെ കണ്ട് മാനേജർ പറഞ്ഞു, നോ, ഇങ്ങോട്ട് വിടണ്ട. എന്റെ കയ്യിൽ അവർക്ക് നൽകാൻ ചില്ലറയൊന്നുമില്ല. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ശേഷം ആ സെക്യൂരിറ്റി സ്ത്രീ പാർവതിയോട് പറഞ്ഞു, നിങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സാർ കുറച്ച് തിരക്കിലാണ്, അല്ലെങ്കിൽ പോയി പിന്നീട് വരൂ. ഇത് കേട്ട് പാർവതി ഒന്നും പറഞ്ഞില്ല. അവൾ ക്ഷമയോടെ ഒന്നും മിണ്ടാതെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. അമ്മയുടെ കൈ പിടിച്ച് അവൾ പറഞ്ഞു, അമ്മേ, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ? ഇവരെല്ലാം ഞാൻ നീതി എന്താണെന്ന് പഠിപ്പിക്കും. അമ്മ വിഷമിക്കേണ്ട. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മാനേജറുടെ റൂമിലേക്ക് നടന്നു. മാനേജർ അപ്പോഴും ഗ്ലാസിനിടയിലൂടെ ഇവരെ നോക്കുന്നുണ്ടായിരുന്നു. പാർവതിയെ കണ്ടതും അയാൾ മൈൻഡ് ചെയ്യാതെ മറ്റൊരാളോട് സംസാരിക്കാൻ തുടങ്ങി. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? പാർവതി ഒന്നും മിണ്ടാതെ മാനേജറോട് പറഞ്ഞു, എന്റെ അമ്മയുടെ മരുന്നുകളെല്ലാം വാങ്ങണം. എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് ജോലിയുണ്ട്. ഞങ്ങൾ ഒരുപാട് നേരമായി ഇവിടെ ഇരിക്കുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ മാനേജർ അവളോട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് ഇത്രയും പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർവതി ഇത് കേട്ടിട്ടും ക്ഷമയോടെ പറഞ്ഞു, സാർ, നിങ്ങൾ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ. നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ പറയുകയാണ്. ഇത് ശരിയല്ല. ഇത് കേട്ട മാനേജർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരാളെ കണ്ടാൽ അറിയാം അയാളുടെ നിലവാരം. നിങ്ങളെപ്പോലുള്ള ആളുകളെ ഞാൻ ദിവസവും കാണാറുള്ളതാണ്. നിങ്ങൾ വേഗം സമയം കളയാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. എനിക്ക് സമയമില്ല. ഈ സമയത്തും പാർവതിയുടെ മുഖം ശാന്തമായിരുന്നു. അവളുടെ കൈവശമുള്ള ഒരു ഫയൽ മാനേജറുടെ മേശപ്പുറത്ത് വെച്ച് അവൾ പറഞ്ഞു, ശരി സാർ, ക്ഷമിക്കണം, ഞാൻ പോവുകയാണ്. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ഫയലിനുള്ളിൽ കുറച്ച് വിവരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടിയാൽ അത് വായിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും പറഞ്ഞ് അവൾ മാനേജറുടെ ആ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. അമ്മയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ആ സമയത്തും പാർവതി അവിടെ വെച്ച ആ ഫയലുകൾ മാനേജറുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ വിറപ്പിക്കാനുള്ള സത്യങ്ങൾ ഉണ്ടെന്ന് ആ സമയത്ത് ആ ബാങ്കിലെ മാനേജർക്ക് അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം പതിവ് പോലെ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചു. എല്ലാവരും അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ആ സമയത്താണ് പാർവതിയുടെ അമ്മ വീണ്ടും ബാങ്കിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ അവരുടെ ആ വരവിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഒരു ധീരനായ ബൂട്ടും സ്യൂട്ടുമെല്ലാം ധരിച്ച ഒരു ഓഫീസറും ഉണ്ടായിരുന്നു. അയാളുടെ കൈവശം ഒരു ബ്രീഫ് കേസ് പെട്ടിയും ഉണ്ടായിരുന്നു. അമ്മയെയും അയാളെയും കണ്ടതോടുകൂടി ബാങ്കിൽ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധ ആ സമയത്ത് അവരിലേക്കായിരുന്നു. അവർ നേരെ മാനേജറുടെ അടുത്തേക്ക് നടന്നു. അവരെ കണ്ടതും മാനേജർ ഒന്ന് ആലോചിച്ചു. ഓഹോ, ഇത് ഇന്നലെ വന്ന ആ സ്ത്രീയാണല്ലോ. ഇന്ന് അവരുടെ കൂടെ മറ്റാരോ ഉണ്ട്. അമ്മ ആ മാനേജറോട് പറഞ്ഞു, മാനേജർ സാർ, നിങ്ങളുടെ പെരുമാറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അധികം വൈകാതെ തന്നെ നിങ്ങൾ അറിയും. ഈ സമയത്ത് പാർവതി ഒരു കോട്ടും ധരിച്ച് അങ്ങോട്ടേക്ക് എത്തി. പാർവതിയെ ഈ വേഷത്തിൽ കണ്ട് മാനേജർക്ക് മനസ്സിലായില്ല. മാനേജർ ഉറക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ആരാണ്? എന്താണ് ഇവിടെ കാര്യം? എന്നെ അപമാനിക്കാൻ വന്ന നീയൊക്കെ ആരാണ്? ഇത് നിങ്ങളുടെ വീടല്ല, ഇത് വലിയൊരു ബാങ്കാണ്. ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അയാൾ ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട പാർവതി അയാളോട് പറഞ്ഞു, ഞാൻ ഈ ജില്ലാ DM ഓഫീസറാണ്. പേര് പാർവതി. അതിനു പുറമെ ഈ ബാങ്കിലെ ഷെയർ ഓഹരികളിൽ 9% ഇന്ന് എന്റെ പേരിലാണ്. ഈ നിൽക്കുന്നത് എന്റെ അമ്മയാണ്. നിങ്ങൾ 3 ദിവസമായി ഇവിടേക്ക് വന്ന എന്റെ അമ്മയെ പരസ്യമായി അപമാനിച്ചു. അവരുടെ മുഖത്തേക്കടിച്ചു. എന്റെ അമ്മയുടെ മുഖത്തേക്കടിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? മിസ്റ്റർ മാനേജർ, പറയൂ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് ആ ബാങ്ക് മുഴുവൻ നിശബ്ദമായി. ബാങ്കിലുള്ള മറ്റു ഉപഭോക്താക്കളും ജോലിക്കാരുമൊക്കെ ഒരുപോലെ പേടിച്ചു. എന്തും സംഭവിക്കാമെന്ന ഭാവത്തിൽ അവരെ തന്നെ നോക്കി നിന്നു. മാനേജറുടെ മുഖം ചുവന്നു. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പാർവതി വീണ്ടും അയാളോട് പറഞ്ഞു, നിന്നെ ഞാൻ ബാങ്ക് മാനേജറുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു. നീ ഇനി മറ്റു ജോലിക്കാരോടൊപ്പമാണ് വർക്ക് ചെയ്യേണ്ടത്. പാർവതി തന്റെ കൂടെ വന്ന ആ ഓഫീസറുടെ കൈവശമുള്ള ബ്രീഫ് കേസ് തുറന്ന് 2 ഫയലുകൾ മാനേജറുടെ മേശപ്പുറത്തേക്ക് വെച്ചു. അതിൽ ആദ്യത്തേത് അയാളെ മാനേജർ
സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഉത്തരവായിരുന്നു. രണ്ടാമത്തേത് അയാളുടെ പെരുമാറ്റം ബാങ്കിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിക്കുന്നതിനുള്ള മറ്റൊരു നോട്ടീസുമായിരുന്നു. ഇതെല്ലാം കണ്ട് മാനേജർ കോട്ടിനുള്ളിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. അയാൾ ചെറിയൊരു പേടിയോടെ പറഞ്ഞു, മാഡം, നിങ്ങൾ ഈ ബാങ്കിന്റെ ഓണർ ആണെന്നും ഈ ജില്ലാ ഓഫീസർ ആണെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇന്നലെ ഞാൻ ചെയ്തു കൂട്ടിയതിൽ ഞാൻ ഖേദിക്കുന്നു. മാഡം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആ സമയത്തും പാർവതിയുടെ കണ്ണുകളിൽ ആ മാനേജറോടുള്ള ദേഷ്യമുണ്ടായിരുന്നു. നീ എന്റെ അമ്മയെ പരസ്യമായി അപമാനിച്ചതിനോ അതോ ആളുകളുടെ വസ്ത്രം നോക്കിയാണോ നീ അവരോട് പെരുമാറുന്നത്? നീ ഈ ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമറും ഒരുപോലെ തുല്യരാണെന്നും അവരിൽ ധനികനോ ദരിദ്രനോ എന്ന വേർതിരിവില്ല എന്നും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത്തരം വിവേചനം കാണിക്കുന്നവൻ ആരായാലും അവർക്കെതിരെ നിയമ നടപടിയെടുക്കും. പാർവതി വീണ്ടും പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം. അതിനുള്ള കുറ്റം നീ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിനക്ക് നിന്റെ തെറ്റിനെ തിരുത്താൻ ഞാൻ ഒരവസരം നൽകുകയാണ്. ഇനി എന്നെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നോട് എനിക്ക് ഇതുപോലെ ക്ഷമിക്കാൻ കഴിയില്ല. അതിനുശേഷം പാർവതി ആ സെക്യൂരിറ്റി ഗാർഡിനെ അങ്ങോട്ട് വിളിച്ചു. അവൾ പേടിച്ച് കരയാൻ തുടങ്ങി. അവൾ പേടിച്ച് അടുത്തേക്ക് വന്നു. ആ സെക്യൂരിറ്റി ആയ സ്ത്രീ ചെറിയ രീതിയിൽ കരയുന്നുണ്ട്. മാഡം, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. മാനേജറോടും ആ സെക്യൂരിറ്റി ആയ സ്ത്രീയോടും പാർവതി ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ വസ്ത്രങ്ങൾ നോക്കി ആരെയും ചെറുതായി കാണരുത്. ഈ പാഠം എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ബാങ്കിലെ മറ്റു ജീവനക്കാരെല്ലാം ഇത് കേട്ട് തല കുനിച്ചു നിന്നു. എല്ലാവരോടുമായി അവൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ഒരു വ്യക്തി ഒരു വ്യക്തിയായി വളരുന്നത് സ്ഥാനത്താലല്ല, മറിച്ച് അത് അവരുടെ ചിന്താ രീതിയിലൂടെയാണ്. മനുഷ്യത്വം മനസ്സിലാകുന്നവരാണ് യഥാർത്ഥ ഉദ്യോഗസ്ഥൻ. ഇതും പറഞ്ഞ് പാർവതി അമ്മയെയും കൂട്ടി ബാങ്കിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം ബാങ്ക് മുഴുവൻ നിശബ്ദമായി. എല്ലാവരുടെയും മാനസികാവസ്ഥ മാറി. അന്ന് മുതൽ ബാങ്കിലേക്ക് വരുന്ന ഏതാളുകളെയും വസ്ത്രങ്ങൾ നോക്കാതെ അവരുടെ നിറങ്ങൾ നോക്കാതെ എല്ലാവരോടും ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഒരുപോലെ പെരുമാറാൻ തുടങ്ങി. അപ്പോ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കഥകളിൽ നിങ്ങളുടെ പേരുകൾ കൊടുക്കണമെങ്കിൽ പേരുകൾ ഒന്ന് കമന്റ് ചെയ്യുക. ഈ കഥയുടെ വലിയൊരു ഗുണപാഠം എന്താണെന്നാൽ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുക. സമ്പന്നരായാലും ദരിദ്രനായാലും മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരോടും പെരുമാറുക. അപ്പോ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ നാളെ അടുത്തൊരു കഥയുമായി കാണാം.